നമസ്കാരം. സ്വർണം ചെമ്പായ മഹാവിദ്യ, സ്വർണ്ണക്കൊള്ളക്കാർ ആരെല്ലാം? പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമോ? യഥാർത്ഥ സ്വർണം എവിടെ? ആരുടെ കൈവശം? അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ. ശബരിമലയിലെ കണക്കെടുപ്പ് ആരംഭിച്ചു. ദിവസങ്ങൾ കഴിയും തോറും ദുരൂഹതകളേറുന്നു. വിശ്വാസം വിൽപ്പനച്ചരക്കാക്കിയത് ആരാണ്? ജനങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ് 10 സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പ്രതികൾ. കവർച്ച, ഗൂഢാലോചന, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ. മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ അവ്യക്തത. സ്മാർട്ട് ക്രിയേഷൻ വിജിലൻസിന് നൽകിയ മൊഴിയിലും വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും കണക്കുകൾ വ്യത്യസ്തം. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസ് പൂർത്തിയത് CPM BJP ഡീലെന്ന് കോൺഗ്രസ്. സമൻസ് അയച്ചത് 2023. മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര സംശയമുണ്ടാക്കുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സമൻസ് പൊള്ളത്തരമെന്നും വിരട്ടിയാൽ ഓടുന്ന ആളല്ല മുഖ്യമന്ത്രിയെന്നും മന്ത്രി V ശിവൻകുട്ടി. ഷാഫി പറമ്പലിന് പരിക്കേറ്റതിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. ചോര വീണിട്ടുണ്ടെങ്കിൽ പ്രതികാരം ചോദിക്കുമെന്ന് VD സതീശൻ. ശബരിമല കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമമെന്ന് കോൺഗ്രസ്. പേരാമ്പ്രയിൽ പോലീസിനെ വളഞ്ഞു പ്രവർത്തകർ. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ഷാഫിക്കെതിരെ കേസ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളുമായി സമവായത്തിന് സർക്കാർ. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി വിദ്യാഭ്യാസ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നുവെന്ന് മാർ തോമസ് തറയിൽ. KER ഭേദഗതിയിലൂടെ അധ്യാപക സംഘടനകളെ ഇല്ലാതാക്കി വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നുവെന്ന് അധ്യാപക സംഘടനകൾ. റഫറൻഡം നടത്താനുള്ള നീക്കത്തിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിന്മാറണമെന്ന ആവശ്യം ശക്തമായ സമരത്തിലൂടെ ചെറുക്കുമെന്നും മുന്നറിയിപ്പ്. ടോപ് 10 സ്പെഷ്യൽ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. കാർഷിക മേഖലയിലെ വികസനം ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതികൾ. 42,000 കോടി രൂപയുടെ 5 പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ 11,440 കോടി രൂപയുടെ പദ്ധതി. കാർഷിക വിഭവങ്ങളുടെ സംഭരണം, ജലസേചനം എന്നിവ ഉറപ്പാക്കുന്ന PM ധൻധാന്യ കൃഷി യോജനയ്ക്കും തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 1ാം ഇന്നിംഗ്സ് 518 റൺസിന് ഡിക്ലയർ ചെയ്തു. വെസ്റ്റ് ഇൻഡീസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിൽ. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയതിൽ പങ്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. പരിപാടി സംഘടിപ്പിച്ചത് ഡൽഹിയിലെ അഫ്ഗാൻ എംബസി. നടപടി ഇന്ത്യയിലെ വനിതകളെ അപമാനിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി MP. സ്റ്റോറി ഓഫ് ദ ഡേ. അവർ വളരട്ടെ ആരോഗ്യത്തോടെ. വാർത്തകൾ സമഗ്രമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പേർ കേസിൽ പ്രതികളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 1ാം പ്രതി. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ H. വെങ്കടേഷാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവി. സംസ്ഥാന അടിസ്ഥാനത്തിൽ അന്വേഷണ അധികാരം ഉള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ കേസെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കേസിൽ 10 പേരാണ് പ്രതികൾ. കവർച്ച, വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് വൈകാതെ കടക്കുമെന്നാണ് വിവരം. DGPയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. SIT സംഘം പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷിക്കും.
സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതേ രീതിയിൽ തന്നെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ വ്യക്തതയില്ല. കൂടുതൽ സ്വർണം കളവ് പോയതായി സംശയം. സ്മാർട്ട് ക്രിയേഷൻസ് വിജിലൻസിന് നൽകിയ മൊഴിയിലും വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും കണക്കുകൾ വ്യത്യസ്തം. 989 ഗ്രാം സ്വർണം മാത്രമാണ് ഉരുക്കി കിട്ടിയതെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ 1.5 കിലോ സ്വർണമെന്നാണ് വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസം കഴിയുന്തോറും അടിമുടി ദുരൂഹതയേറുകയാണ്. പാളികൾ ഉരുക്കിയപ്പോൾ ആകെ കിട്ടിയത് 989 ഗ്രാം സ്വർണമെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴിപ്രകാരം ദ്വാരപാലക ശില്പങ്ങളുടെ 14 പാളികളിൽ 577 ഗ്രാം സ്വർണവും സൈഡ് പാളികളിൽ നിന്ന് 409 ഗ്രാം സ്വർണവും ഉൾപ്പെടെ ആകെ 989 ഗ്രാം സ്വർണമെന്നാണ് കണക്ക്. എന്നാൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾ പൂശാൻ മാത്രം 1564 ഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. UB ഗ്രൂപ്പിന്റെ രേഖകളും ശബരിമലയിലെ മഹസറും പരിശോധിച്ചാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കണക്കിലുള്ള 577 ഗ്രാം കഴിഞ്ഞാൽ ബാക്കി 987 ഗ്രാം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമുണ്ട്. മറ്റ് 7 സൈഡ് പാളികളിലെ സ്വർണം വേറെയും. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിന് 3 ഗ്രാം മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയതെന്നും ബാക്കി വന്ന 474 ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല എന്നുമാണ് ഹൈക്കോടതി വിധിയിലുള്ളത്. എന്നാൽ ഈ 474 ഗ്രാമിന് പുറമെ കൂടുതൽ സ്വർണത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ 1.5 കിലോയിലേറെ സ്വർണത്തിന്റെ കണക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയേണ്ടി വരും. കൂടുതൽ സ്വർണമുണ്ടോ എന്ന് വ്യക്തത വരുത്താൻ സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചു. ഇന്ന് രാവിലെ 11 മുതലായിരുന്നു പരിശോധന. നാളെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ പരിശോധന നടക്കും. ഈ സമയം ഹാജരാകണമെന്ന് കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അമിക്കസ് ക്യൂറി നോട്ടീസ് നൽകി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന പരിശോധന ആരംഭിച്ചത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജിലൻസ് പ്രതിനിധി, ദേവസ്വം ഗോൾഡ് സ്മിത്ത്, പരിശോധനയുടെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നതിനായി ഒരു വീഡിയോഗ്രാഫർ ഉൾപ്പെടെ ജസ്റ്റിസ് KT ശങ്കരന്റെ ഒപ്പമുണ്ട്. കാലങ്ങളായി തീർത്ഥാടകർ സമർപ്പിച്ചിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ നാളെ പരിശോധിക്കും. കണക്കെടുപ്പ് ഇന്നും നാളെയും കൊണ്ട് തീർന്നില്ല എങ്കിൽ തിങ്കളാഴ്ചയും തുടരും. പിന്നീട് തങ്കയങ്കി ഉൾപ്പെടെ സൂക്ഷിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലും പരിശോധന നടത്തും. സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് പൂർത്തിയാക്കി ജസ്റ്റിസ് KT ശങ്കരൻ അടുത്തയാഴ്ചയോടെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പരിശോധനയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സീൽ ചെയ്ത കവറിലാണ് റിപ്പോർട്ട് കൈമാറുക. മാധ്യമങ്ങൾക്കുൾപ്പെടെ പരിശോധനാ സ്ഥലത്ത് വിലക്കുമുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. 2019 മുതൽ ശബരിമലയിൽ നടന്നത് കൊള്ളയെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. അയ്യപ്പനെ വിഴുങ്ങാത്തത് ഭാഗ്യമെന്നും പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ശരണം വിളിക്ക് അയ്യപ്പൻ മുഖ്യമന്ത്രിയുടെ വയറ്റിൽ കിടന്നാകും വിളി കേൾക്കുക എന്നും അദ്ദേഹം പരിഹസിച്ചു. 2019 മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം. ഇനിയിപ്പോൾ പിണറായി മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്നാണ് പറഞ്ഞു. മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ സ്വാമി എന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിൻ്റെ വയറ്റിൽ നിന്നാണ് വിളി കേൾക്കുക. കാരണം ഇനിയിപ്പോൾ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ. ബാക്കി സർവ്വതും വിഴുങ്ങി. സ്വർണം വിഴുങ്ങി. ഗോപുരം പോലെ ഇളക്കി കൊണ്ടുപോയി. ഗോപുരത്തിലെ സ്വർണം പോലും. എന്നിട്ട് സ്വർണം ഉരുക്കി മാറ്റി. എന്നിട്ട് ചെമ്പെടുത്ത് അതിലൊരു കോട്ട് സ്വർണം പൂശി. ഇത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണമാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത്. എന്നിട്ട് ഒരു നാണവും കൂടെ ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ചതിൻ്റെ ഗൂഢാലോചനയാണ്. കൊല്ലം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ പ്രസാദ നിർമ്മാണം കൂടുതൽ വിവാദങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രസാദ നിർമ്മാണം കണ്ടെത്തിയതിനു പിന്നാലെയാണ് ദേവസ്വം കെട്ടിടത്തിൽ കൃത്രിമ പ്രസാദ നിർമ്മാണം പിടികൂടിയത്. സംഭവത്തിൽ ക്ഷേത്രത്തിലെ ദേവസ്വം സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് നൽകി. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയത്.
കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായ വാടക വീട്ടിൽ നിന്നും പ്രസാദമുണ്ടാക്കുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ക്ഷേത്രമതിലിനോട് ചേർന്ന ദേവസ്വം കെട്ടിടത്തിനുള്ളിൽ നിന്നും വീണ്ടും കൃത്രിമ പ്രസാദം കണ്ടെത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളിൽ കറുത്ത പൊടിയും ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള സംശയാസ്പദമായ വസ്തുക്കളും ഇവിടെ നിന്നും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിന് സമീപത്തുള്ള വാടക വീട്ടിൽ മദ്യക്കുപ്പികളുടെ നടുവിൽ പ്രസാദമുണ്ടാക്കുന്നതാണ് ആദ്യം കണ്ടെത്തിയത്. ക്ഷേത്രത്തിനുള്ളിൽ പൂജകൾക്ക് ശേഷം പൂജാദ്രവ്യങ്ങളിൽ നിന്നും നൽകേണ്ടുന്ന പ്രസാദമാണ് ഇത്തരത്തിൽ കൃത്രിമമായി നിർമ്മിച്ച് നൽകി വന്നിരുന്നത്. സംഭവത്തെ തുടർന്ന് ഹിന്ദു ഐക്യവേദി, BJP പ്രവർത്തകർ അടക്കമുള്ളവർ ശക്തമായി പ്രതിഷേധിച്ചു. ദേവസ്വം അധികൃതരും പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവസ്ഥലം സീൽ ചെയ്തതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു. ഇനി മുതൽ പ്രസാദം തിടപ്പള്ളിയിൽ നിർമ്മിക്കുമെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പ്രസാദത്തിന്റെ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തുമെന്നാണ് വിവരം. ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഗുരുതരമായ സംഭവമാണിതെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. കുറ്റക്കാരെ പുറത്താക്കിയില്ലെങ്കിൽ ശക്തമായ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതിന്റെ രേഖകൾ പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ കേസ് അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൌസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെ എത്തിയിരുന്നു എന്നതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ അന്നത്തെ ED കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന PK ആനന്ദാണ് മുഖ്യമന്ത്രിയുടെ മകനായ വിവേക് കിരണിന് സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. എന്നാൽ വിവേക് ഹാജരായില്ല. മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചു, ഒരു പത്രവാർത്തയാണെന്ന്. 2023 ഫെബ്രുവരി മാസത്തിൽ ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? അതീവ രഹസ്യമായിട്ടാണ് ED മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആരോപിച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകിയാൽ അത് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. എന്നാൽ കേരളത്തിലെ CPM മുഖ്യമന്ത്രിയുടെയും മകന്റെയും കാര്യത്തിൽ ED അത്തരം വലിയ പ്രചാരണത്തിന് നിന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ EDയുടെ ഭാഗത്തുനിന്ന് പിന്നീട് എന്ത് നടപടിയുണ്ടായി എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ UAE അധികൃതരിൽ നിന്ന് ED തേടിയിരുന്നതായും സൂചനയുണ്ട്. 2018 പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്നെന്ന കേസാണ് ED അന്വേഷിച്ചത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്ത ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ED സമൻസ് അയച്ചുവെന്നാണ് വാർത്ത. ആരോപണങ്ങളുടെ കള്ളത്തരം വ്യക്തമാണ്. എന്തെങ്കിലും കഴമ്പുള്ള കേസായിരുന്നുവെങ്കിൽ 1.5 വർഷം ED വെറുതെ ഇരിക്കുമോ എന്നും മന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുകയാണ്. രാഷ്ട്രീയമായി നേരിടാൻ കഴിവില്ലാത്തവർ കുടുംബാംഗങ്ങളെ വലിച്ചിഴച്ച് ചെളിവാരിയെറിയാൻ ശ്രമിക്കുകയാണ്. വിഷയത്തിൽ സർക്കാരിനും ഇടതുമുന്നണിക്കും ഒന്നും മറച്ചുവെക്കാനില്ല. ഏത് അന്വേഷണത്തെ നേരിടാനും തയ്യാറാണെന്നും V ശിവൻകുട്ടി പറഞ്ഞു. പഴയതും നിയമപരമായി നിലനിൽക്കാത്തതുമായ ഒരു വിഷയം ഒരു പ്രത്യേക മാധ്യമത്തിന് ചോർത്തി നൽകി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാനാണ് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ അടിമയായി മാറിയെന്ന് മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിയുടെ മകന് EDയുടെ നോട്ടീസ് ലഭിച്ചത് എന്തുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറഞ്ഞില്ലെന്ന് വ്യക്തമാക്കണം. എല്ലാ വിഷയങ്ങളിലും വാദോരാതെ സംസാരിക്കുന്ന മന്ത്രിമാർ ഇപ്പോൾ മാളത്തിലാണ്. മറ്റു വിഷയങ്ങൾ പുലിയായ ED മുഖ്യമന്ത്രിയുടെ കുടുംബ വിഷയം വന്നപ്പോൾ പൂച്ചയായെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തില് മകനും മകളും ED കേസിൽ പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാകും ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്നു. മകനും മകളും വ്യത്യസ്തമായ കേസുകളിൽ ED കേസിൽ പെടുകയും ED അന്വേഷണം നേരിടുകയും ചെയ്തിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നരേന്ദ്രമോദിയുടെ ദയാവായ്പിൽ ഈസ് അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി. അങ്ങനെ മാത്രമാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത്. ഇന്ന്
കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഷാഫിയെ തങ്ങൾ അടിച്ചിട്ടില്ലെന്ന് പോലീസ് ആവർത്തിക്കുന്നതിനിടയിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മൂക്കിന് പരിക്കേറ്റ ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അതേസമയം സംഭവത്തിൽ UDF നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. പേരാമ്പ്രയിലെ CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ലാത്തികൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന് ആവർത്തിക്കുന്നതിനിടെ പുറത്തുവന്ന ദൃശ്യങ്ങൾ പോലീസിന് തിരിച്ചടിയാണ്. മൂക്കിന് പരിക്കേറ്റ ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള 30ഓളം UDF നേതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെ 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന 692 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് FIR. സംഘർഷത്തിൽ CPIM നേതാക്കളായ K സുനിൽ, KK രാജൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 492 CPIM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് UDFും LDFും ഇന്നലെ വൈകിട്ട് പേരാമ്പ്രയിൽ റാലി സംഘടിപ്പിച്ചത്. റാലികൾ നേർക്കുനേർ വന്നതോടെ സംഘർഷമായി. ഇതിനിടെ പോലീസിന്റെ ലാത്തിചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലുമാണ് പരിക്കേറ്റത്. സംഭവത്തിന് പിന്നാലെ കോഴിക്കോട്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസിനെതിരെ പ്രതിഷേധം. ഷാഫി പറമ്പിലിനെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലിടെയാണ് സംഘർഷമുണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ വളഞ്ഞു. പേരാമ്പ്ര സംഘർഷത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. പലയിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറി. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. ഷാഫിക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വിവിധയിടങ്ങളിൽ UDFിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. IG ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിനിടെ UDF പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. പ്രതിഷേധ സംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിലിനെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെയും കരിങ്കൊടി. എറണാകുളം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊച്ചി വാതുരുത്തിയിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. വാട്ടർ മെട്രോ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചുവന്ന മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധമുണ്ടായി. ഗസ്റ്റ് ഹൌസിലെ പോലീസ് വലയം വെട്ടിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്ര ഇന്ന് വായ്മൂടിക്കെട്ടി ആരംഭിച്ചു. നല്ലേപ്പള്ളി പഞ്ചായത്തിലെ കൗണ്ടർകുളത്തിൽ നിന്നുമാണ് 10ാം ദിന പര്യടനം ആരംഭിച്ചത്. മുതിർന്ന നേതാവ് ഗോപാലസ്വാമി 10ാം ദിന സ്വദേശ രക്ഷാ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. അതേസമയം നാട്ടിൽ കലാപം അഴിച്ചുവിട്ട് ഷാഫി പറമ്പിലും കോൺഗ്രസും നടത്തുന്ന രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. കലാപം അഴിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുവെന്നും അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും CPI കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഷാഫിക്കെതിരെയുള്ള കയ്യേറ്റത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ്. ഷാഫിയുടെ ചോര നിലത്തു വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് VD സതീശൻ മുന്നറിയിപ്പ് നൽകി. ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുന്ന നിലയിലേക്ക് പോലീസ് മാറിയെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി UDF മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നറിയിപ്പ് നൽകി. ഷാഫി പറമ്പിലിന്റെ ചോര നിലത്തു വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ AKG സെന്ററിൽ നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും. പോലീസും CPMും നടത്തിയ ഗൂഢാലോചനയാണിതെന്നും ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ബോധപൂർവ്വ ശ്രമമാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ഒരു MPക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. കോൺഗ്രസ് ഈ പ്രശ്നത്തെ വളരെയധികം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് K മുരളീധരൻ പറഞ്ഞു. പേരാമ്പ്രയിൽ നടന്നത് പോലീസ് നരനായാട്ടാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും സ്വർണ്ണപ്പാളി വിവാദം മറച്ചുവയ്ക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും ആരോപിച്ചു. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു തിട്ടൂരവും CPMന് ആരും നൽകിയിട്ടില്ല എന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു.
സ്വന്തം മണ്ഡലത്തിൽ പോലും പാർലമെന്റ് അംഗത്തിന് മർദ്ദനമേക്കാൻ ഇടയായതിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ സൂചനയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വ്യക്തമാക്കി. ഈ ഗവൺമെന്റിന്റെ കീഴിൽ പോലീസ് എന്തായിരിക്കും, ക്രമസമാധാന നില എന്തായിരിക്കും, സാധാരണ ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും അവസ്ഥ എന്തായിരിക്കും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതേസമയം ഭീഷണിപ്പെടുത്തിയും തെറി പറഞ്ഞും മലപ്പുറം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് N.A. ജോസഫ് രംഗത്ത് വന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കി. അതിനിടെ പേരാമ്പ്രയിൽ അക്രമം നടത്തുന്നത് ലീഗ് കോൺഗ്രസ് ഗുണ്ടാ സംഘമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാനുള്ള സർക്കാർ നീക്കങ്ങളുടെ ഭാഗമായി മന്ത്രി V. ശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി കൂടിക്കാഴ്ച നടത്തി. ഭിന്നശേഷി സംവരണ വിഷയം രമ്യമായി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ആശ്വാസകരമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും പറഞ്ഞു. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഈ മാസം 13-ന് ബന്ധപ്പെട്ടവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കാനിരിക്കെയാണ് മന്ത്രി V. ശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിയത്. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി മന്ത്രിയുടെ കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു. ഭിന്നശേഷി സംവരണവും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുമെന്നും സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ടവരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് ക്രൈസ്തവ മാനേജ്മെന്റിന് മാത്രം പ്രശ്നമല്ലെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. നിലവിലെ പ്രശ്നം പൊതുസമൂഹത്തിന്റേതാണ്. വിഷയം സർക്കാർ ഗൗരവമായാണ് കാണുന്നത്. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്ന കാര്യം ആശ്വാസകരമാണെന്നും ബിഷപ്പ് അറിയിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായെന്നും ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP, ജോബ് മൈക്കിൾ MLA എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. KER ഭേദഗതിയിലൂടെ അധ്യാപക സംഘടനകളെ ഇല്ലാതാക്കി വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നുവെന്ന് അധ്യാപക സംഘടനകൾ. റഫറൻഡം നടത്താനുള്ള നീക്കത്തിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിന്മാറണമെന്നാണ് ആവശ്യം. അധ്യാപക സംഘടനകളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ ശക്തമായ സമരത്തിലൂടെ ചെറുക്കുമെന്നും മുന്നറിയിപ്പ്. ടോപ് 10 സ്പെഷ്യൽ വാർത്ത നോക്കാം. എയ്ഡഡ് അധ്യാപക നിയമനം, ഭിന്നശേഷി നിയമനം എന്നിങ്ങനെ അനേകം ആശങ്കകളാണ് നിലവിൽ അധ്യാപകർക്കുള്ളത്. ഇത്തരം ആശങ്കകളടക്കം സർക്കാരിന്റെ മുന്നിലെത്തിക്കാൻ അധ്യാപക സംഘടനകൾ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ KER ഭേദഗതിയിലൂടെ റഫറൻഡം നടത്തി അധ്യാപക സംഘടനകളെ വെട്ടിച്ചുരുക്കാനാണ് സർക്കാർ നീക്കം. നിലവിൽ സംസ്ഥാനത്ത് 42ഓളം അധ്യാപക സംഘടനകളുണ്ട്. ഹയർ സെക്കൻഡറി മേഖലയെ പ്രതിനിധാനം ചെയ്യുന്നവ, ഭാഷാ അധ്യാപക സംഘടനകൾ, ഇങ്ങനെ ഓരോ മേഖലയെയും പ്രതിനിധാനം ചെയ്യുന്ന അധ്യാപക സംഘടനകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകൾ അതാത് മേഖലകളിലെ കാര്യങ്ങൾ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പിനെ ധരിപ്പിക്കാറുണ്ട്. അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം ലഭിച്ചത് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. അധ്യാപക സംഘടനകളെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയുക, അധ്യാപകർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കുക എന്നീ ആവശ്യങ്ങളാണ് വിവിധ അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നത്. അധ്യാപക മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, സ്കൂളുകളിലെ വിഷയങ്ങൾ ഇവയെല്ലാം കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇത്തരം അധ്യാപക സംഘടനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അധ്യാപക സംഘടനാ പ്രതിനിധികൾ പറയുന്നു. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളെ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ അല്ലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കാറ്റഗറിക്കൽ സംഘടനകൾക്ക് സാധിക്കുന്നു. ഹയർ സെക്കൻഡറി മേഖലയിലെ വിഷയങ്ങളാകട്ടെ അത്തരത്തിലുള്ള വിഷയങ്ങളെ കൃത്യമായി ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുന്നുണ്ട്. അതുപോലെ ഭാഷാധ്യാപകരുടെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാഷാധ്യാപക സംഘടനകൾ ആ വിഷയങ്ങൾ സർക്കാരിനെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ വശങ്ങൾ, നമ്മുടെ അധ്യാപക മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, സ്കൂളുകളിലെ വിഷയങ്ങൾ, ഇതെല്ലാം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും
അധാർമികമായ വിഷയങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം പ്രതിപാദിക്കാൻ ഇത്തരം അധ്യാപക സംഘടനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പൊതുസംഘടനകളെ മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ നിലനിർത്തി മറ്റ് കാറ്റഗറിയിൽപ്പെട്ട സംഘടനകളെ ഒഴിവാക്കി റഫറൻഡവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ സർക്കാരിന്റെ നീക്കം. അത് വിദ്യാഭ്യാസ മേഖലയെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് അധ്യാപകർ പറയുന്നു. 99% അധ്യാപക സംഘടനയുടെയും പിന്തുണയില്ലാതെയാണ് സർക്കാരിന്റെ നീക്കമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപക സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഷയത്തിൽ അധ്യാപക സംഘടനാ ഭാരവാഹികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പ്രതികരണത്തിലേക്ക്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെങ്കിലും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വിശേഷിച്ചും എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമിതരായിട്ട് അവർക്ക് നിയമന അംഗീകാരം ലഭിക്കുന്നില്ല. കീഴ്ക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ പോയിരുന്നാലും നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് അപ്പീൽ കൊടുത്ത് കുരുക്കി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നിയമനങ്ങളെ കൊണ്ടെത്തിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു നിയമന നിരോധനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. കേരളത്തിലെ മുഴുവൻ 16,000-ഓളം അധ്യാപകർ തെരുവിലാണ്. അവർക്ക് ജോലിയില്ല, കൂലിയില്ല. കഴിഞ്ഞ 7-8 വർഷം കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ഒന്നുമില്ലാതെ അവർ തെരുവിലാണ്. ഈ വർഷത്തെ കണക്ക് വരുമ്പോൾ 1,00,000-ലധികം കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്നും കൊഴിഞ്ഞു പോയിരിക്കുന്നത്. മുൻകാലങ്ങളിലെ പഠന പദ്ധതികളോ സിലബസിലോ മാറ്റം വരുത്താതിരുന്നപ്പോൾ CBSE, ICSE സിലബസുകളിൽ നിന്ന് ധാരാളം കുട്ടികൾ നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഏകീകരണം വരുന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന യോഗ്യതയുള്ള അധ്യാപകരുടെ അഭാവം, അതോടൊപ്പം തന്നെ കോർ വിഷയങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കം, ഇവയൊക്കെ അധ്യാപക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകും. ഇങ്ങനെ ഞങ്ങൾ കണക്കെടുക്കുമ്പോൾ ഏകദേശം 6,000-ഓളം അധ്യാപകർ എക്സസ് ആകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി സൃഷ്ടിക്കാനും ഗുണമേന്മ നഷ്ടപ്പെടുത്താനും മാത്രമാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മാത്രം കഴിയുകയുള്ളൂ. മറ്റൊരു രീതിയിലുള്ള ഗുണപരമായ നേട്ടം ഇതിനോട് കൈവരിക്കാൻ കഴിയുകയില്ല. ഹയർ സെക്കൻഡറി മേഖലയിൽ ഭരണപക്ഷ അനുകൂല സംഘടനയ്ക്ക് സ്വാധീനമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഖാദർ കമ്മിറ്റി നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളെ വിഷമിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് മാനേജ്മെൻറ്റുകൾ ഈ നിയമനം നടത്തുന്നത്. മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, ആ അധ്യാപകർക്ക് സാലറി കൊടുക്കുന്നില്ല, അവരുടെ നിയമനം അംഗീകരിക്കുന്നില്ല. ഏറ്റവും ന്യായമായ രീതിയിലൂടെയാണ് മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ അധ്യാപകരെ വയ്ക്കുന്നത്. അധ്യാപകർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവരുടെ നിയമനം അംഗീകരിക്കണം, അവർക്ക് സാലറി കൊടുക്കണം. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി മാറ്റിക്കൊടുക്കണം. വർഷങ്ങളായി സേവനം ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ സേവനത്തിനുള്ള വേതനം നൽകുവാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധതയുണ്ട്. മാത്രമല്ല, ഈ എയ്ഡഡ് മേഖലയെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പിടിവാശി വെടിഞ്ഞിട്ട് ഈ എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും, എല്ലാ മാനേജ്മെൻറ്റ് കീഴിലുള്ള അധ്യാപകർക്കും, NSSലെ അധ്യാപകർക്ക് ഇപ്പോൾ നൽകുന്നത് പോലെയുള്ള നിയമനാംഗീകാരം നൽകാൻ ഗവൺമെൻറ് തയ്യാറാവണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. 15-ാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. ശക്തമായ മഴയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കാർഷിക മേഖലയിലെ വികസനം ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതികൾ. 42,000 കോടി രൂപയുടെ 5 പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 11,440 കോടി രൂപയുടെ പദ്ധതി. കാർഷിക വിഭവങ്ങളുടെ സംഭരണം, ജലസേചനം എന്നിവ ഉറപ്പാക്കുന്ന PM ധൻ ധ്യാന കൃഷി യോജനയ്ക്കും തുടക്കം. 35,440 കോടി രൂപയുടെ 2 പ്രധാന കാർഷിക പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക,
വിള വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ജലസേചന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഹ്രസ്വകാല ദീർഘകാല വായ്പകൾ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ട് PM ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് തുടക്കമായി. പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനക്ഷമതയും കൃഷിയുടെ വിസ്തൃതിയും വർദ്ധിപ്പിക്കുക, മെച്ചപ്പെട്ട സംഭരണം, പയർവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തത എന്നിവയ്ക്കായി 11,440 കോടി രൂപ വകയിരുത്തി. ചരക്ക് സേവന നികുതി നിരക്കുകളിൽ ഉണ്ടായ കുറവ് കർഷകർക്ക് ഗുണം ചെയ്തെന്നും ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള കാർഷിക യന്ത്രങ്ങൾക്ക് വില കുറഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതികൾക്ക് പുറമെ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ഭക്ഷ്യസംസ്കരണ മേഖലകൾക്കായി 5,450 കോടിയിലധികം രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.